അപ്പോൾ നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഹൂബ്ലി കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഹൂബ്ലിയിലാണ്. നമ്മുടെ വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം ഉള്ള സ്റ്റേഷനാണ് ഹൂബ്ലി. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സും ഹൂബ്ലിയിലാണ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ രാവിലെ സമയം 5:45. ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ട്രെയിൻ പിടിച്ച് വന്നതാണ്. കഥയൊക്കെ ഞാൻ പറയാം എങ്ങനെയായിരുന്നത്. അപ്പോൾ ഈ സ്റ്റേഷൻ്റെ പേര് ശ്രീ സിദ്ധരൂത സ്വാമിജി ഹുബ്ബള്ളി ജംഗ്ഷൻ എന്നാണ് കേട്ടോ. നല്ല വലിയ എയർപോർട്ട് പോലത്തെ ഒരു സ്റ്റേഷനാണ്. കണ്ട എയർപോർട്ട് പോലൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ എയർപോർട്ടിന് അത്രയും വൃത്തിയൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ച് ഒട്ടും വൃത്തിയില്ലാന്നല്ല, ഈ നോർത്തിലെ സ്റ്റേഷനേക്കാളും ഫാർ ബെറ്ററാണ്. ഈയിടെ ഇവിടെ ഭയങ്കര വൃത്തികേടായി വരുന്നുണ്ട്. കാരണം പണ്ടൊക്കെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഇപ്പം കയറി വരുന്നിടത്ത് തന്നെ ഈ വെള്ളം കിടക്കുകയും, വെള്ളം മാത്രമല്ല ഈ പട്ടിയൊക്കെ വന്നിട്ട് മൂത്രമൊഴിച്ചിട്ട് പാൻപുരയൊക്കെ തുപ്പി അങ്ങനെ മൊത്തം സീനായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കഴിഞ്ഞ വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. എന്നാലും അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, ഉള്ളതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട്. സ്റ്റേഷൻ നല്ല വലിപ്പത്തിലുള്ള സ്റ്റേഷനാണ്, വലിയ സ്റ്റേഷനാണ്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ്. ഞാൻ പറഞ്ഞില്ലേ, ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോമാണ് ഇവിടുത്തെ പ്ലാറ്റ്ഫോം നമ്പർ 1. നമ്മുടെ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് കിടക്കുന്നത് ഇവിടുത്തെ പ്ലാറ്റ്ഫോം 7-ലാണ്. അതായത് ഈ മെയിൻ ടെർമിനൽ ബിൽഡിംഗ് അല്ല, അപ്പുറത്തെ ടെർമിനൽ ബിൽഡിംഗ് ഉണ്ട്. ഈ ഒന്നാമത്തെ പ്ലാറ്റ്ഫോം നടന്ന് അങ്ങ് ചെല്ലുമ്പോൾ കണ്ടോ 6, 7, 8 പ്ലാറ്റ്ഫോം 0.9 കിലോമീറ്റർ ഉണ്ട്. അതായത് 1 കിലോമീറ്റർ നടന്ന് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടി. പോരെ നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ എല്ലാ തൂണിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, യു ആർ അറ്റ് വേൾഡ്സ് ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം ഹുബ്ബള്ളി. 224 മീറ്റർ ആയി. ഇപ്പം ഇവിടെ നിന്റെ 1507 മീറ്ററാണ് മൊത്തത്തിൽ ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. പോരെ, അപ്പോൾ അത്രയും ദൂരം നമുക്ക് നടക്കണം. ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്, ഒരു WP7 ലോക്കോ വെച്ചിട്ട്. ഇത് ഞാൻ വന്ന വണ്ടിയാണ് കേട്ടോ. ഇത് മൈസൂർ അജ്മീർ എക്സ്പ്രസ്. ഞാൻ വന്ന എങ്ങനെ അതൊക്കെ കറക്റ്റ് പറയാം. ഇത് പാരലായിട്ട് വരുവാണ്. ഇതും വേറെ ഏത് വണ്ടിയാണ്. ഏതാ, റാണി ചെന്നമ്മ എക്സ്പ്രസ്. ഇത് KSR ബംഗളൂരിൽ നിന്ന് സാംഗ്ലിയിൽ സ്ഥലമുണ്ട്, മഹാരാഷ്ട്ര. മറ്റേ മീറജൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നൊരു വണ്ടിയാണിത്, റാണി ചെന്നമ്മ. ഞാനെങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പഞ്ചഗംഗയ്ക്ക് ബാംഗ്ലൂർ വന്നായിരുന്നല്ലോ. എന്നിട്ട് ഞാൻ അവിടെ പകല് മൊത്തം അവിടെ നിന്നിട്ട് രാത്രിയിൽ മൈസൂരു അജ്മീർ എന്ന് പറഞ്ഞ വണ്ടിയുണ്ട്, അതിന് കയറി രാവിലെ 5:45 ഇവിടെ എത്തി. ഇങ്ങനെ വന്നത്. ഈ വണ്ടിക്ക് എന്തായാലും ഞാൻ എറണാകുളം ഇറങ്ങുമല്ലോ, കൊച്ചുവേളി വരെ പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹൂബ്ലിയിൽ നിന്ന് കയറാമെന്ന് വെച്ചിട്ടാണ് ഹൂബ്ലിക്ക് വന്നത്, വേറെ ഒന്നുമല്ല. എന്ത് വട്ടല്ലേ. ലോങ്ങസ്റ്റ് റെയിൽവേ പ്ലാറ്റ്ഫോം എങ്ങനെയാണെന്നറിയോ? അതായത് ആ കാണുന്ന ആ ട്രെയിൻ കിടക്കുന്ന അവിടം വരെ പ്ലാറ്റ്ഫോം നമ്പർ 1-ഉം ഇങ്ങോട്ട് പ്ലാറ്റ്ഫോം നമ്പർ 8-ഉം ആണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ലേഔട്ട് വരുന്നത്. നമ്മുടെ വണ്ടിയുള്ള പ്ലാറ്റ്ഫോം നമ്പർ 7-ലാണ്, ഇപ്പുറത്താണ് പ്ലാറ്റ്ഫോം നമ്പർ 6. ഇവിടെ അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില സ്റ്റേഷനിലൊക്കെ പോയാൽ അങ്ങനെയാണ്. മറ്റേ ജാൻസി സ്റ്റേഷനിലും അങ്ങനെയാണ് കേട്ടോ. പലയിടത്തായിട്ടാണ് അങ്ങനെ ഓർഡറിലൊന്നുമില്ല പ്ലാറ്റ്ഫോം കൊടുത്തേക്കണേ. ഇങ്ങനെ നമ്മുടെ ഹൂബ്ലി തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ നെയിം ബോർഡ് കണ്ടോ. നെയിം ബോർഡിൽ ഇത് കേരളത്തിലേക്ക് പോകുന്ന വണ്ടിയാണ്, പക്ഷേ മലയാളത്തിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. കന്നഡയുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദിയുണ്ട്. പോരെ, SSS ഹുബ്ബള്ളി തിരുവനന്തപുരം നോർത്ത്. നമ്മുടെ വണ്ടിയുടെ നമ്പർ 12777 ആണ് കേട്ടോ. ഇത് കൊച്ചുവേളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 12778 അങ്ങനെയാണ് നമ്പർ വരുന്നത്. ഇതിലെന്താണ് രാമനാഥപുരം കൊടുത്തേക്കുന്നതെന്ന് അറിയോ? ഈ വണ്ടിക്ക് ഇവിടെ നിന്ന് ഹൂബ്ലിയിൽ നിന്ന് രാമനാഥപുരം പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനുണ്ട്, റേറ്റ് ഷെയറിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാമനാഥപുരം ഈ ബോർഡിൽ പേര് വന്നത്. ഞാൻ പോകുന്നത് ഇതിൻ്റെ സെക്കൻഡ് AC-ലാണ്. നമ്മൾ ഇത്ര ദിവസം എക്കണമിയിലായിരുന്നല്ലോ, ഇന്ന് സെക്കൻഡ് AC-ലാണ് പോകുന്നത് കേട്ടോ. പുറകിൽ 2 ജനറലുണ്ട്, പിന്നെ സ്ലീപ്പർ. എൻ്റെ AC നടുക്കായിട്ട് വരും. ഏകദേശം ഒരു ദിവസം എടുത്ത് സഞ്ചരിക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം ഇത് ഇന്ന് രാവിലെ 7 മണിക്ക് ഇവിടെ നിന്ന് വിടുന്നതാണ്. 7 മണിക്ക് ഇട്ടിട്ട് അടുത്ത ദിവസം രാവിലെ 6:35 ഇത് കൊച്ചുവേളിയിൽ എത്തുന്നത്. അറിയോ, നമ്മുടെ വണ്ടിക്ക് മിക്കവാറും പോകുന്നത് ഹൂബ്ലി ഷെഡിൻ്റെ WP7 ആണ്. ഈ ലോക്കോ ആണെന്ന് അറിയത്തില്ല. നമ്മുടെ വണ്ടിക്ക് ഒരെണ്ണം വേണ്ട അങ്ങോട്ട് പോകുന്നുണ്ട്, മിക്കവാറും ഇതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മുന്നിലെ ലോക്കോ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒരു ലോക്കോ ഇപ്പോൾ കൂടെ പോകുന്നുണ്ട്, അത് നോക്കേ ലോക്കോ ആണ് നമ്മുടെ വണ്ടി ലീഡ് ചെയ്യുന്നതെന്ന്. ഇത് ധാർവാഡിൽ നിന്ന് KSR ബംഗളൂരു വരെ പോകുന്ന സിദ്ധഗംഗ എക്സ്പ്രസ് ആണ് ഈ പോകുന്നത് കേട്ടോ. കൃഷ്ണാധിപുരത്തിൻ്റെ ഒരു WP7 ആയിട്ട്. ഇത് നമ്മുടെ പരശുരാം പോലെ തന്നെ രാവിലെ പോയിട്ട് വൈകിട്ട് എത്തുന്ന ഒരു ഇന്റർസിറ്റി വണ്ടിയാണ്. ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ് കേട്ടോ. ധാർവാഡില്ലേ, തൊട്ടടുത്താണ്. ധാർവാഡിൽ നിന്ന് ബംഗളൂരു പോകുന്ന വണ്ടി ഇത് കേട്ടോ. നമ്മുടെ പരശുരാം പോലെ തന്നെ ഫുൾ പരസ്യം ഇട്ടിച്ച ഒരു വണ്ടിയാണ് കേട്ടോ. ഫുള്ള് ചെരുപ്പിൻ്റെ പരസ്യമൊക്കെ കേട്ടോ. നമ്മുടെ കോച്ച് ഇതാണ് കേട്ടോ, A2 S1-ൻ്റെ തൊട്ട് സ്ലീപ്പറിന് തൊട്ടടുത്താണ് നമ്മുടെ കോച്ച് കേട്ടോ, A2. വണ്ടി വിടുന്നതിന് 1/2 മണിക്കൂർ മുമ്പേ തുറക്കത്തുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ ലോക്കോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ലോക്കോ ആയിരിക്കണം, അല്ലെ വേറെ ഒരു ലോക്കോ വരും. നോക്കിയിട്ട് പോവാം. നമ്മൾ നേരത്തെ കണ്ട ലോക്കോ തന്നെയാണ് കേട്ടോ, 39401. ഞാൻ പറഞ്ഞില്ലേ, ഹൂബ്ലി ഷെഡിൻ്റെ ഒരു WP7 ആണിത്.
അപ്പോൾ ഇതാണ് ഈ വണ്ടിയെ കൊച്ചുവേളി വരെ നയിക്കുന്നതും അവിടെ നിന്ന് തിരിച്ച് ഹൂബ്ലി വരെ നയിക്കുന്നതും കേട്ടോ. സെയിം ലോക്കോ ആയിരിക്കും. ഈ ലോക്കോമോട്ടീവ് ഈ റേക്കെ പിടിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി. കാരണം അവിടെ നിന്ന് അത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് ശരിക്കും സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ പോയാലേ ഭയങ്കര ഡേഞ്ചർ അല്ലേ. അത് ചെയ്യുന്നവർക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ജനറൽ അതിനെ പിന്നെ ഫുള്ള് മറ്റേ എക്കണോമി ആട്ടോ. 2 എക്കണോമി ഉണ്ട്. എക്കണോമി 3 ടയർ, ഏറ്റവും ലാസ്റ്റാണ് 2 ടയർ ഇടുന്നത്. ഇതിന് ഫസ്റ്റ് AC ഒന്നുമില്ല. 3 ടയർ എക്കണോമി, 2 ടയർ സ്ലീപ്പർ, ഇത്രേ ഉള്ളൂ. എൻ്റെ കോച്ച് A2 2022 ഉണ്ടാക്കിയ ഒരു AC 2 ടയർ കോച്ചാണ്. അകത്ത് കയറാം. ഇവിടെ എല്ലാം കറണ്ട് ഉണ്ട്, പക്ഷേ ഇവിടെ ഒന്നും കറണ്ട് ഇല്ലയാവോ, വെട്ടമൊന്നും കാണുന്നില്ല. കറണ്ട് അവരെ ഓണാക്കി. ഇതാണ് നമ്മുടെ 2 ടയർ. ഇത് പക്ഷേ കണ്ടിട്ട് 2 ടയർ പോരുന്ന ഇത് എന്തോ കൺവേർട്ടാക്കിയ കോച്ചൊക്കെ പോലെ തോന്നി. 2 ടയർ ഇങ്ങനെ അല്ല, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തുവാന്ന്. അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ് കേട്ടോ. ഈ സീറ്റിന് ബർത്തിനൊരു കുഴപ്പമുണ്ട്. ഇതുകൊണ്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഈ സ്പേസ് ഭയങ്കര ബുദ്ധിമുട്ട്, എന്തെങ്കിലുമൊക്കെ താഴെ വീഴും. ഒരു സ്പേസ് ഉണ്ട്, ഒരു സുഖമില്ല. കുഴപ്പമില്ലാത്ത കോച്ചാണ് കേട്ടോ. വൃത്തിയൊക്കെ ഉണ്ട്, എന്തെങ്കിലും കൊള്ളാം, വൃത്തിയൊക്കെ ഉണ്ട്. ഈ പില്ലോയും സംഭവങ്ങളൊക്കെ കൊണ്ട് അവിടെ വെച്ചതേ ഉള്ളൂ, അതൊന്നും ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. വെള്ളം പോകുന്നു, ആരണ്ട് വെള്ളം തുറന്നിട്ട് അടയ്ക്കാതെ പോയതാണ്. എല്ലാം ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നേരമാവും. എല്ലാം അവർ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഈ വണ്ടി കറക്റ്റ് അവർ സെറ്റ് ചെയ്തുള്ള എല്ലാവരും. ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത അറിയാം, ഇതിനെ സീസൺ സമയത്ത് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ദിവസവും കറണ്ട് അവൈലബിലിറ്റി ഉണ്ടാവാറുണ്ട്. ഇന്ന് തന്നെ യാത്ര ചെയ്യുമ്പോൾ സ്ലീപ്പർ ഒഴിച്ച് AC കറണ്ട് അവൈലബിലിറ്റി ഉണ്ട്. ടിക്കറ്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കിടിലൻ വണ്ടിയാണ്. അത്യാവശ്യം നീറ്റും. വീക്ക്ലി വണ്ടിയല്ലേ. സീസൺ സമയത്ത് കിട്ടത്തില്ല. സീസൺ സമയം അല്ലാത്ത സമയത്തൊക്കെ. ഇത് ബാംഗ്ലൂരിൽ നിന്ന് ബുധനാഴ്ചയാണ് പോകുന്നത്. ബാംഗ്ലൂർ ഉച്ചയ്ക്ക് എത്തും. പിന്നെ വ്യാഴാഴ്ച നാട്ടിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർക്ക്. അങ്ങനെ 2 ദിവസം വരുന്നത്. അപ്പോൾ ടിക്കറ്റ് കിട്ടാൻ വലിയ പിടിയൊന്നുമില്ല വണ്ടിക്ക്. സീസൺ സമയത്ത് കിട്ടത്തില്ല, എല്ലാ സമയത്ത് ഈസി ആയിട്ട് കിട്ടും. റായ്ബറേലിയിലെ മോഡേൺ കോച്ച് ഫാക്ടറിയിൽ ഫെബ്രുവരി 2022 ഉണ്ടാക്കിയ കോച്ചായത്. അവനെ കഴിക്കാൻ വേണ്ടി ഞാൻ ഇഡ്ഡലി വട മേടിച്ചു. പക്ഷെ ഉച്ചയ്ക്ക് കഴിക്കാൻ ഇതിനായിട്ടൊന്നും എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഫുഡ് ഓൺ ട്രാക്കിലും മറ്റേ സൊമാറ്റോയിലൊന്നും ഒന്നും കാണിക്കുന്നില്ല. ഇനി പുറത്തുനിന്ന് വരെ കൊണ്ടുവന്നാലേ ഉള്ളൂ. കൃത്യം 7 മണിക്ക് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റ് ഇങ്ങനെ ഹൂബ്ലിയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. നല്ല മൂടൽ മഞ്ഞ കേട്ടോ, നല്ല മഞ്ഞുണ്ട് പുറത്ത്. കുറച്ചുകൂടെ പോകുമ്പോൾ മിക്കവാറും ഒന്നും കാണത്തില്ല. ഇതിപ്പോൾ സ്റ്റേഷൻ അവിടെ ആയതുകൊണ്ടാണ് കുറച്ചൊക്കെ കാണുന്നത് കണ്ടോ. ഭയങ്കര സൈലൻസ് ആണ് ഇവിടെ കണ്ടോ. ഒരു അലയും വിളിയോ ബഹളം ഒന്നുമില്ല. നല്ല ശാന്തസുന്ദരമായ സ്ഥലം. ഒരു 200 മീറ്റർ അങ്ങോട്ടൊന്നും കാണുന്നില്ല, അതുപോലെ മൂടിക്കിടക്കുക കേട്ടോ. ലോക്കൽ പൈലറ്റുമാർക്ക് ഓടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ കണ്ടീഷനിൽ കേട്ടോ. കാരണം ഒന്നും കാണത്തില്ലല്ലോ, എല്ലാം മൂടിക്കിടക്കുകയല്ലേ. നോക്കി എന്തോ മഞ്ഞാന്നുണ്ടോ. അത് മറ്റേ കടക് പോകുന്ന റൂട്ടാണ് കേട്ടോ. നമുക്ക് ഒന്നും കാണുന്നില്ല, ഒരു വക കാണുന്നില്ല, അതുപോലത്തെ മഞ്ഞ്. എൻ്റെ ദൈവമേ. ഈ വണ്ടി ബംഗളൂരു ടച്ച് ചെയ്യാറ് ചിക്കവൻപാരന്ന് യശ്വന്ത്പൂർ ബൈപ്പാസ് കയറി ബാനസ്വാടി വഴിയാണ് ഇത് കൃഷ്ണരാജപുരം ചെല്ലുന്നത്. അതുകൊണ്ട് നമ്മുടെ വണ്ടിയിൽ ആള് കയറുന്നത് KGM ആള് കയറത്തുള്ളൂ, അതായത് കൃഷ്ണരാജപുരത്ത് നിന്ന് ആള് കയറത്തുള്ളൂ. അപ്പം അവിടം വരെ വണ്ടി കാലിയാണ്. സൂര്യനാണ് കാണുന്നത് പോലെ. ഇപ്പൊ കാണുന്നില്ല, സൂര്യനെ പോലും മര്യാദ കാണുന്നില്ല, അതുപോലത്തെ മഞ്ഞ. ബെഡ്ഷീറ്റ് കൊണ്ട് തന്നിട്ടുണ്ട് കണ്ടാ. നല്ല അടിപൊളി ഒരു പാക്കിങ് കണ്ട. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹൂബ്ലി ഡിവിഷൻ. കുറച്ചിങ്ങോട്ട് മാറിയപ്പോഴേക്കും വെയിൽ വന്നപ്പോഴേക്കും ആ മൂടൽ മഞ്ഞും പോയി നോക്കി. നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു 15-17 മിനിറ്റ് ബിഫോർ ടൈം അടിച്ചിട്ട് ഹവേരി എന്നൊരു സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹൂബ്ലി കൊച്ചുവേളി സൂപ്പർഫാസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ് ഇത്.
സ്റ്റേഷൻ്റെ പേര് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശ്രീ മഹാദേവപ്പ മൈലാര റെയിൽവേ സ്റ്റേഷൻ, ഹവേലി. നമ്മുടെ ഈ KSR ബംഗളൂരു എന്ന് പറയത്തില്ല, അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫ്രീഡം ഫൈറ്ററിൻ്റെ പേരാണ് ഈ ശ്രീ മഹാദേവപ്പ മൈലാര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരുള്ള ഒരു സ്റ്റേഷനാണ് ഈ ഹവേലി സ്റ്റേഷൻ കേട്ടോ. SMM ഹവേലി എന്ന് ഷോർട്ട് ഫോമിൽ പറയും. 8:13 എത്തേണ്ട നമ്മുടെ വണ്ടി 7:58 ആയപ്പോഴേ എത്തി. ഇനിയിപ്പോൾ 8:15 എടുത്തുള്ളൂ. അത്ര നേരത്തെ ഇവിടെ എത്തുന്നത്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള റൂട്ടാണ് കേട്ടോ. വലിയ തിരക്കുമില്ല, തലയും വെളിയും ബഹളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല റൂട്ടാണ് ഈ ഹൂബ്ലിയിൽ നിന്ന് ബാംഗ്ലൂർ വന്ന റൂട്ട്. ഗുഡ്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഈ റൂട്ടിൽ. ഡീസൽ വെച്ചുകൊണ്ട് ഇലക്ട്രിക് വെച്ചുകൊണ്ട് എല്ലാ ലോക്കവും വെച്ച് ഗുഡ്സ് ഓടുന്നുണ്ട് ഈ റൂട്ടിൽ. ഹൂബ്ലിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ഹവേലി വരെ 75 കിലോമീറ്റർ ഉണ്ട്. അത് നമ്മൾ 55 മിനിറ്റിലാണ് എത്തിയത്. ഇവിടെ 1 മണിക്കൂർ 13 മിനിറ്റാണ് ഇത്രയും ദൂരം ഓടാൻ കൊടുത്തിരിക്കുന്നത്. അതാണ് നമ്മൾ നേരത്തെ എത്തി ഇവിടെ കിടന്നത്. അപ്പോൾ ഓൺ ടൈം ആയപ്പോൾ വിട്ട് 8:15 വിട്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് റാണിബന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമാണേ. നമ്മളിവിടെ എത്തുന്നത് 7 മിനിറ്റ് ബിഫോർ അവരെ. 7 മിനിറ്റ് 8:43 എത്തേണ്ട വണ്ടി 8:36 ആയപ്പോഴെത്തി. ഈ വണ്ടിക്ക് ഇവർ കുറേ ടൈം കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വണ്ടി എല്ലായിടത്തും 10-15 മിനിറ്റ് നേരത്തെ എത്തണേ. ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് കിട്ടിയ കോച്ച് അത്ര വലിയ മെയിൻറ്റൈൻഡ് കോച്ചൊന്നുമില്ല. ഇതിൻ്റെ ഡസ്റ്റ്ബിനൊക്കെ കണ്ടോ, ഇതിനെ തൊട്ടാൽ തുരുമ്പിച്ച് പോകും. ഇത് മര്യാദയ്ക്ക് അടക്കാനോ തുറക്കാനൊന്നും പറ്റുന്നില്ല. ഇളക്കി പറഞ്ഞൊക്കെ ഇരിക്കുന്ന ടൈപ്പ് ഒരുമാതിരി വൃത്തിയായിട്ടൊരു സൈറ്റ് കേട്ടോ. സാധാരണ SWRനൊക്കെ നല്ല കോച്ചുകളാണ്, പക്ഷേ ഇതൊന്നും അറിയത്തില്ല. ഇനി ഹൂബ്ലി ഡിവിഷൻ ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല. വലിയ ഗുണമൊന്നുമില്ല കേട്ടോ. ഈ കാണുന്നത് തുംഗഭദ്ര നദിയാണ്. നമ്മളിപ്പം ഹരിഹർ എന്നൊരു സ്ഥലത്തെത്തിക്കൊണ്ടിരിക്കുക. തുംഗഭദ്ര നദി എടുത്താണ് നമ്മൾ ഹരിഹറിലേക്ക് കയറുന്നത്. ഇവിടെയും ബിഫോർ ടൈമാണ്. ഈ മുന്നിൽ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒറ്റ വണ്ടിയില്ല. അതുകൊണ്ടാണ് ഈ വണ്ടി അടിച്ചു വിട്ട് നിന്നിച്ച് പോകുന്നത്. വേഗം പോകുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു 4 മിനിറ്റ് നേരത്തെയാണ്. 9:05 എത്തേണ്ടത്. 9:01 ആയപ്പോഴെത്തി. നമ്മൾ ഇത്ര നേരം ഹൂബ്ലി ഡിവിഷനിലായിരുന്നു. ഇപ്പം നമ്മൾ മൈസൂരു ഡിവിഷനിൽ കയറി കേട്ടോ. ഹരിഹറൊക്കെ ഉള്ളത് മൈസൂരു ഡിവിഷനിലാണ്. ഇത് അർസിക്കേരിയിൽ നിന്ന് ഹൂബ്ലിക്ക് പോകുന്നൊരു എക്സ്പ്രസ് ആണ്. അതാണ് വേണ്ട അപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ട അത് ഒരു പീസാണ്. പകലൊക്കെ വണ്ടി കുറവായി റൂട്ടിൽ കേട്ടോ. അധികം വണ്ടിയൊന്നുമില്ല. അതാണ് ഈ വണ്ടികളൊക്കെ വേഗം വേഗം പോണേ. അർസിക്കേരി ഹൂബ്ലി എക്സ്പ്രസ്. ഇവിടെ ഒരു ഗുഡ്സ് യാർഡും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ ഗുഡ്സ് കിടക്കുന്നതാണ്. അതുകൊണ്ട് അപ്പുറത്തൊരു ഡീസലൊക്കെ കിടപ്പുണ്ട്. സെപ്പറേറ്റ് ലൈൻ തന്നെ ഉണ്ട് കണ്ട. അവിടെ ഗുഡ്സ് ആണ്ട. അവിടെ ഫുള്ള് ഗുഡ്സ് മാത്രം കിടക്കത്തേ ഉള്ളൂ.
ഹരിഹർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വലിയ ടൗൺ ആണ് ദാവൻകര, തൊട്ടടുത്താണ്. അവിടെയും ഇതേപോലെ ഒരു 6-7 മിനിറ്റ് ബിഫോർ ടൈം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ വലിയ മോൾ ഏതാണ്ട് പണിതോണ്ടിരിക്കുക കേട്ടോ. ഇതൊരു വലിയ ടൗൺ ആണ് ഈ ദാവൻകര എന്ന് പറയുന്നത്. സ്റ്റേഷനിൽ കയറേണ്ട സമയം 9:23, ഇപ്പൊ സമയം 9:16. KSR ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ വിട്ടിട്ട് ധാർവാഡ് വരെ പോകുന്നൊരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിട്ടോ. ഹൂബ്ലിക്ക് അടുത്തുള്ള ധാർവാഡില്ലേ, അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വന്ദേ ഭാരത്, ചെറിയ വന്ദേ ഭാരത്, 8 കോച്ചേ ഉള്ളൂ. അപ്പോൾ വന്ദേ ഭാരത് എണ്ണം ദിനം പ്രതി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമല്ലേ. എല്ലാ സ്ഥലത്തോട്ടും ഇപ്പോൾ വന്ദേ ഭാരത് കണക്ടിവിറ്റി ഉണ്ട്, ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല. ഈ റൂട്ടിൽ തന്നെ ഇപ്പം ഈ ധാർവാഡിലേക്കുള്ള VB ഉണ്ട്, പിന്നെ അതുകൂടാതെ ബലഗാവിക്ക് ഒരെണ്ണമുണ്ട്, അങ്ങനെ ഹൂബ്ലിന്ന് പൂനെക്ക് ഒരെണ്ണമുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പോൾ ഇത് കോട്ടയം വഴിയാണ് കൊച്ചുവേളിക്ക് പോകുന്നത്. ഇത് എറണാകുളം എത്തുന്നത് രാത്രി 1:45 കേട്ടോ. ഒരു വല്ലാത്ത സമയത്താണ് എത്തുന്നത്. ഇത് ചിക്കബൻവാര എത്തുന്നത് 1:38. ബനസ്വാടി സ്റ്റോപ്പുണ്ട്. KJM എത്തുന്നത് കൃഷ്ണരാജപുരം എത്തുന്നത് 2:45. ഇനി നമ്മുടെ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റിന് സ്റ്റോപ്പുള്ളത് ഒരു 105 കിലോമീറ്റർ ആയിട്ടാണ്. ബിരൂർ ജംഗ്ഷൻ എന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ ലെഫ്റ്റ് ലൈൻ വന്ന് ചേർന്നുണ്ടോ, ഇത് ഷിമോഗന്ന് വരുന്ന ലൈനാണ്. അതായത് തൽഗുപ്പയൊക്കെ പോകുന്ന ലൈനില്ലേ, നമ്മളന്ന് പോയില്ലേ, അപ്പൊ തൽഗുപ്പയിൽ ഷിമോഗ വഴി വരുന്ന ലൈനാണ് കാണുന്നത്. ഇവിടെ എത്തുന്ന 6 മിനിറ്റ് ബിഫോർ ആയിട്ടോ. 10:45 എത്തേണ്ടാണ്. 10:39 ആയപ്പോഴെത്തി. നല്ല കിടിലൻ ഫ്രെയിം ഉള്ളൊരു സ്റ്റേഷനാണ്. ഒരു വലിയൊരു മരം നിപ്പുണ്ട്, അതായത് താഴെ നമ്മുടെ വണ്ടി കിടക്കുന്നതും നല്ല കിടിലൻ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്റ്റേഷനാണ്. കണ്ടാ ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ കണ്ടോ, നല്ല രസമല്ലേ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ചെയിൻസ് ഹിയർ ഫോർ ഷിമോഗ ആൻഡ് തൽഗുപ്പ ബ്രാഞ്ച്. ഷിമോഗയ്ക്കും തൽഗുപ്പയ്ക്കൊക്കെ പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയാൽ മതി. വഴിക്ക് സൈഡിൽ കുറേ വാഴയൊക്കെ നിൽക്കുന്ന കാണാം. വാഴ, തെങ്ങ്, അതാണ് കൂടുതലും കാണുന്നത് കേട്ടോ. വാഴയും തെങ്ങുമാണ് കൂടുതലും. ഫുള്ള് പ്ലെയിൻ ലാൻഡാണ്, ഒന്നുമില്ല. ട്രെയിൻ കണ്ട് നല്ല പറപ്പിച്ചാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് വളം തിരിവുണ്ട്. നല്ല റൂട്ടാണ് കേട്ടോ. നല്ല പക്ക കർണാടക ഗ്രാമപ്രദേശമൊക്കെയാണ് രണ്ട് സ്ഥലം കാണുന്നത്. പക്ക റൂറലാണ്. ഈ സ്റ്റേഷനൊക്കെ വരുമ്പോൾ ആണ് കുറച്ചുകൂടെ ബിൽഡിംഗ് ഒക്കെ വരുന്നത്. നമ്മളിപ്പം ബിരൂര് കഴിഞ്ഞിട്ട് അർസികേരി പോയിക്കൊണ്ടിരിക്കാനടുത്ത് നമ്മുടെ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് അവിടെ ഇടയ്ക്ക് കൊണ്ട് പിടിച്ചിടുന്നുണ്ട്. മിക്കവാറും മുന്നിൽ എന്തെങ്കിലും ഗുഡ്സോ എന്തെങ്കിലും കാണും. അതിനിടയ്ക്ക് ബിരൂരിന്ന് പാൻട്രി ടീം കയറിയിട്ടുണ്ട്, ഓൺ ബോർഡ് പാൻട്രി. അപ്പോൾ അവർ കയറിയിട്ട് ഭക്ഷണം വേണമെന്ന് വെച്ച് ഞാൻ ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. കാരണം ഭക്ഷണം കിട്ടാനില്ല.
സൊമാറ്റോ ഡെലിവറി ഇല്ല. സൊമാറ്റോയ്ക്ക് ഡെലിവറി ചിക്കബൻവാരയിലും ബാനസവാടിയിലും കൃഷ്ണരാജപുരത്തൊന്നും ഡെലിവറി ഇല്ല. IRCTC ഫുഡ് ഓൺ ട്രാക്കും ഇല്ല, ഒന്നുമില്ല. ആകെ ഇനി അടുത്ത ഡെലിവറി സേലത്താണ് ഉള്ളത്. ഇതിനകത്ത് പാൻട്രിയും ഇല്ല. അപ്പം ഇതിനകത്ത് തന്നെ ഗൂഗിളിൽ നിന്നൊക്കെ കയറുന്നവരാണെങ്കിൽ ഒന്നെങ്കിൽ ഫുഡ് കരുതുക, അല്ലെങ്കിൽ ഇതിനകത്ത് ഫുഡ് കിട്ടും. ഫുഡ് അവർ കൊണ്ടുതരും. ഇങ്ങനത്തെ ഫുഡാന്ന് അറിയത്തില്ല, മേടിച്ചു നോക്കാം. എനിക്ക് ഈ യാത്രയ്ക്ക് സെക്കൻഡ് എ സിക്ക് 2040 രൂപയാണ് ഹൂബ്ലി ടു എറണാകുളം. ഈ ഹൂബ്ലി ബാംഗ്ലൂർ ലൈനൊക്കെ ഇലക്ട്രിഫൈഡ് ആയിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ ഹൂബ്ലി ഈ വണ്ടി നേരത്തെ ഇലക്ട്രിഫിക്കേഷൻ ആവുന്നതിന് മുമ്പ് പുറപ്പെട്ടുകൊണ്ടിരുന്നത് ഡീസൽ ലോക്ക് വെച്ചിട്ടായിരുന്നു. ഹൂബ്ലിയിൽ നിന്ന് ചിക്കബനാവർ വരെയായിരുന്നു ഡീസൽ ലോക്ക് ഇട്ട് അവിടെ നിന്നാണ് ഇലക്ട്രിക് കയറ്റിക്കൊണ്ടിരുന്നത്. ഇത് LHP ആയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ സമയത്തൊക്കെ ഡീസൽ ലോക്കും ആയിരുന്നു അപ് ടു ചിക്കബനാവർ. പിന്നെ അവിടെ നിന്ന് ഇലക്ട്രിക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇതിനെപ്പോൾ നോക്കിയാലും ഹൂബ്ലി ഷെഡിൻ്റെ ലോക്കോസ് ആയിരിക്കും വരുന്നത് കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും മറ്റേ ഐലൻഡിൻ്റെ കൃഷ്ണരാജപുരത്തിൻ്റെ ലോക്ക് വരുന്ന പോലെയാണ് ഇതിൻ്റെ ഹൂബ്ലിയുടെ വരുന്നത്. ഇതിൻ്റെ ബാംഗ്ലൂർ ഏരിയ കുറേ എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ വണ്ടിയൊക്കെ ഓട്ടയൊക്കെ അടിക്കാൻ ഡൗട്ടുണ്ട്. അറിയില്ല എന്തോ ബംഗാരപ്പേട്ട് സേലം ഒക്കെ 4 മണിക്കൂറായി വണ്ടിക്ക് കൊടുത്തേക്കണം. പോരെ ആകെ 200 സംതിങ് കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അത്രയും ഇല്ല, 4 മണിക്കൂർ പോരെ. എന്തോ തന്നെ ഇതൊക്കെ. അർച്ചികേര ജംഗ്ഷൻ ഔട്ടറിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആകുന്നത്. കാരണം മുന്നിൽ ഒരു കുവംപു എക്സ്പ്രസ് തന്നെ വണ്ടി പോയിട്ടുണ്ട്, തലകുപ്പേന്ന് മൈസൂർക്ക് പോകുന്നത്. അപ്പോൾ അതവിടെ കിടപ്പുണ്ട്, അതാണ് നമ്മൾ പോകാത്തത്. അങ്ങനെ 17 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മൾ അർച്ചികേര ജംഗ്ഷനിലെത്തി. ഇത്രയും നേരം ഓൺ ടൈം ആയിരുന്നു. ഇവിടെ നമ്മൾ ഡിലേ ആയി കേട്ടോ. ഇവിടെ നമ്മുടെ വണ്ടിക്ക് ക്രൂ ചേഞ്ച് ഉണ്ട്. അവിടെ പുറകിലെ ഗാർഡ് ചേട്ടൻ നിപ്പുണ്ടായിരുന്നു വണ്ടിയിൽ കയറാൻ വേണ്ടി. അപ്പം ക്രൂ ചേഞ്ച് ഉണ്ട് ഇവിടെ. അങ്ങനെ ഹൂബ്ലിയിൽ നിന്ന് കയറിയ ലോക്കൽ പൈലറ്റ്സ് ഒക്കെ ഇവിടെ ഇറങ്ങി. ഇപ്പം ഇവിടെ നിന്ന് വേറെ ക്രൂ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റോപ്പ് ഈ വണ്ടിയുടെ തുംകൂരാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചിക്കബൻവാര. ബിരിയാണി വരണമെന്ന് പറഞ്ഞില്ലേ, ബിരിയാണി അർച്ചികേര കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇത് മറ്റേ ഡൊണ്ണ ബിരിയാണി പോലത്തെ അങ്ങനത്തെ സ്റ്റൈൽ സാധനം കേട്ടോ. കൊള്ളാൻ തോന്നുന്നു കണ്ടിട്ട്. 3 ചിക്കൻ പീസ് ഉണ്ട്. 130 രൂപയാണ് ഇതിന് വാങ്ങിച്ചവർ. ഈ ഹൂബ്ലി കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് 1295 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നത്. 23 മണിക്കൂർ 35 മിനിറ്റാണ് ഇതെടുക്കുന്നത്. ഇത് അത്യാവശ്യം കുറേ നാളായിട്ടുള്ള വണ്ടിയാണ്. ഇത് ആദ്യം ഓടിക്കൊണ്ടിരുന്നത് കൊച്ചുവേളി യശ്വന്ത്പൂർ വീക്കിലി എന്ന് പറഞ്ഞായിരുന്നു. പിന്നാണിത് ഹൂബ്ലിയിൽ തുടങ്ങുന്ന രീതിയിലാക്കിയത്. ഞാൻ ഇപ്പം ചുമ്മാ KJM നിന്നുള്ള, KJM എന്ന് വെച്ചാൽ കൃഷ്ണരാജപുരമാണ്. അപ്പോൾ ഞാൻ KJM എന്നാണ് പറയുന്നത്, വെറുതെ എത്ര നീട്ടി പറയണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള ചാർട്ട് നോക്കിയപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തെ ലോറും അപ്പുറവും ഒക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും അവിടെ നിന്ന് കൊച്ചുവേളി ഒരു ഒക്യുപ്പൈഡാണ്. ഇപ്പോൾ നോക്കിയപ്പോൾ അത് വേക്കൻ്റാണ്. എനിക്കൊന്ന് ക്യാൻസൽ ചെയ്തെന്ന് തോന്നുന്നു. ഈ മൊത്തം വണ്ടിയിൽ ഒട്ടുമിക്ക, അതായത് വണ്ടി പകുതിയോളമേ ഉള്ളൂ ഒക്യുപ്പൈഡ്, ബാക്കി പകുതിയോളം വേക്കൻ്റാണ്. വണ്ടി ശരിക്കും പറഞ്ഞാൽ ടാലിയാണ്, ഉള്ള കാര്യം പറയാമല്ലോ. ഫസ്റ്റ് ചാർട്ടിൽ അങ്ങനെ കാണിച്ചില്ല, പക്ഷേ സെക്കൻഡ് ചാർട്ടിൽ ഇപ്പം വേക്കൻ്റ് ആണ് കാണിക്കണേ. ഈ കോച്ചിൽ തന്നെ 13 സീറ്റ് വേക്കൻ്റ് ഉണ്ട് പോലെ. നമ്മൾ തുംകൂർ എത്താറായപ്പോൾ ഇവിടെ ലെഫ്റ്റിലൊരു ലൈൻ കണ്ടോ. ഇതൊരു പുതിയ ലൈൻ, പണിയുന്ന ലൈനാണ് ഇത്. ഈ ചിത്രദുർഗ റായ്ദുർഗ് സ്ഥലത്തേക്കൊക്കെ ഇവിടെ നിന്ന് പോകുന്ന ഒരു ഷോർട്ടസ്റ്റ് റൂട്ട് പണിയുന്നുണ്ട്. അപ്പോൾ ആ പണിയുന്നതാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ. 9 മിനിറ്റ് ലേറ്റ് ആയിട്ട് നമ്മുടെ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് ഇവിടെ തുമക്കൂർ സ്റ്റേഷനിൽ വന്നു കേട്ടോ. അപ്പുറത്ത് കിടക്കുന്ന ഒരു പാസഞ്ചർ ട്രെയിനാണ്. അത് ഇവിടെ തുംകൂറിന്ന് ചാമരാജ് നഗർ പോകുന്ന ഒരു പാസഞ്ചറാണ്. കുറേ നേരം ഇപ്പോൾ എല്ലാ സ്റ്റേഷനെ കൊണ്ട് പിടിച്ചിടുവാണ്. ഇപ്പോൾ ഗൊല്ലഹള്ളി എന്ന സ്ഥലത്തെത്തി. ചിക്കബൻവാര 1:38 എത്താണ്, ഇതിലായിട്ട് എത്തിയിട്ടില്ല. ഇപ്പം സമയം എത്രയായി? 2:01 കേട്ടോ. ഇനി ഒരു 2 സ്റ്റേഷനും കൂടെ ഉണ്ട്. ഇനി ഈ കർണാടകത്തിലെ സ്റ്റേഷനിലൊക്കെ നോക്കിയാൽ മതി, ഇതേപോലെ നല്ല വലിയ വലിയ മരങ്ങളുണ്ടാവും ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനിലും കണ്ടാവും. അതൊന്നും അവർ മുറിച്ച് കളഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് നല്ല വലിയ മരമാണ്. ഇതിപ്പോൾ ബാംഗ്ലൂർ എത്താറായതുകൊണ്ട് കുറേ സ്റ്റേഷനിൽ ഇതേപോലെ ഓരോ വണ്ടിയുടെ റേക്കൊക്കെ കൊണ്ടിടുന്നതാണ് കണ്ടോ. ഇത് ഏതോ വണ്ടിയുടെ റേക്ക് കൊണ്ടുപോയിട്ടേക്കോ ചുമ്മാ കണ്ടോ.
സൈഡിൽ നിന്ന് വന്ന ലൈന് നമ്മളെ വരുന്ന പഞ്ചഗംഗയ്ക്ക് വന്നില്ല, ആ ലൈനാണ്. ഹാസൻ ഭാഗത്ത് നിന്ന് വരുന്ന ലൈനാണ്. നമ്മളിപ്പം ചിക്കപൻവാര എത്താറായിട്ടുണ്ട്. സോൾദേവനഹള്ളി എടുക്കുന്നു. ഇപ്പൊ കണ്ടത് മൈസൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ്, ഹാസൻ വഴി വരുന്നത്. അതായത് ഡീസൽ ലോക്കും ആയിരുന്നു. അപ്പൊ അതവിടെ പിടിച്ചിട്ടേക്കാണ് നമ്മൾ കയറി വരാൻ വേണ്ടിട്ട്. ഒരു ഓവർടേക്ക് ആയിരുന്നു ഇപ്പൊ കണ്ടത്. ബാംഗ്ലൂരിലെ 3 പ്രധാനപ്പെട്ട ഹാൾട്ടുകളിൽ ഒരെണ്ണമാണ് നമ്മുടെ വണ്ടിയുടെ ഇത് ചിക്കപൻവാര കേട്ടോ. ഇനി ഇവിടെ നിന്ന് നേരെ പോയിട്ട് യശ്വന്ത്പൂർ നടന്ന് ബൈപ്പാസ് എടുത്ത് ബാനസ്വാടി കൃഷ്ണരാജപുരം വഴി നമ്മൾ നേരെ അങ്ങോട്ട് പോകും, സേലം ഭാഗത്തേക്ക് പോകും. പണ്ട് ഇവിടെ ഈ വണ്ടിക്ക് ലോക്കോ ചേഞ്ച് ഉണ്ടായിരുന്നു, അറിയാമോ? ഇപ്പൊ ലോക്കോ ചേഞ്ച് ഒന്നുമില്ല, ഇപ്പൊ ഒറ്റ ലോക്കോയാണ്. നമ്മുടെ വണ്ടി ബൈപ്പാസ് അടിച്ച് പോകുന്നതുകൊണ്ടേ സ്റ്റേഷനിലാണെങ്കിൽ അതിൽ നിന്ന് നിർത്തത്തൊന്നുമില്ല, കാരണം തിരക്കൊന്നുമില്ലാത്ത സ്റ്റേഷനല്ലേ. ഇനിയിപ്പോ ബാനസ്വാടി KGM എല്ലാം വല്ല ഒതുക്കി ഇട്ടാലേ ഉള്ളൂ, അല്ലാതപ്പോ അങ്ങ് വിട്ടു പൊക്കോളും. നല്ല മഴ തുടങ്ങി കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ലൈൻ എടുത്തിട്ട് നമ്മൾ ബൈപ്പാസ് അടിക്കുകയാണ്. നമ്മൾ ബാംഗ്ലൂർ യശ്വന്ത്പൂർ ഭാഗമൊക്കെ ബൈപ്പാസ് അടിക്കാനുള്ള ലൈനിൽ നമ്മൾ കയറി കേട്ടോ. നമ്മൾ ഈ പോകുന്ന ഈ പാറ്റേൺ ഉണ്ടല്ലോ, അതായത് ഈ ചിക്കപൻവാരയിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് നമ്മൾ ബാനസ്വാടി വഴി KGM കാണുന്ന വഴി അങ്ങനെ പോകുന്ന നമ്മൾ മാത്രമല്ല, വേറെ കുറേ വണ്ടിയുണ്ട്. മറ്റേ ദാദർ, പുതുച്ചേരി, വാസ്കോഡഗാമ, വേളാങ്കണ്ണി, പിന്നെ അങ്ങനെ കുറേ വണ്ടികളുണ്ട്. വീക്കിലി വണ്ടികളാണ് കൂടുതലും. അപ്പോൾ ഈ വീക്കിലി വണ്ടികളെല്ലാം ഇവരിങ്ങനെയാണ് വിടുന്നത്. ഈ ബാംഗ്ലൂരെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയേ അതിനെ വിടാതെ അവർ ഈ ഫുള്ള് ബൈപ്പാസ് അടിച്ച് ഇങ്ങനെ കൊണ്ട് മറ്റേ മെയിൻ ലൈനിൽ KGM കൊണ്ടെത്തിക്കും. അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ബൈപ്പാസ് ലൈനിൽ കയറി ഈ ലൈൻ കണ്ടോ, ഈ ലൈന് ബാനസ്വാടി നിന്നും യശ്വന്ത്പൂരിലേക്ക് പോകുന്ന ലൈനാണ് കേട്ടോ. അത് ഡബിൾ ലൈനാണ്. നമ്മൾ വന്നിരിക്കുന്നത് ചിക്കപൻവാരയിൽ നിന്ന് ഇങ്ങോട്ട്, അതായത് ബാനസ്വാടിക്ക് പോകുന്ന ലൈന്. അതേതോ ഒരു മെമു ആണ്. ഇപ്പൊ കണ്ടോ, ഇങ്ങനെയാണ് ഇവിടുത്തെ ലൈനിന്റെ അറേഞ്ച്മെന്റ് ഒക്കെ വരുന്നത്. ഭയങ്കര കോംപ്ലക്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ലൈൻ ഉണ്ട്. ഇനി നമ്മൾ കൃഷ്ണരാജപുരം എത്തുന്നവരെ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അവിടെ ഇടയ്ക്ക് പിടിച്ചിടും. സ്പീഡ് എടുക്കുകയാണെങ്കിൽ വലിയ സ്പീഡൊന്നും എടുക്കത്തില്ല, 30-40 റേഞ്ചൊക്കെ എടുക്കത്തുള്ളൂ. ഇപ്പൊ നമ്മളിവിടെ പിടിക്കാൻ കാര്യം, നമ്മുടെ മുന്നില് ശ്രീ ഗംഗാനഗർ തിരുച്ചിറപ്പള്ളി ഹംസഫർ പോയിട്ടുണ്ട്. നമ്മൾ ആ വണ്ടിക്ക് N2 അടിച്ചിട്ടുണ്ടായിരുന്നു ട്രിച്ചിന്ന്. അപ്പോൾ ആ വണ്ടി മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി നമ്മൾ പോകുന്ന സെയിം പാറ്റേണിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഫുള്ള് ബൈപ്പാസ് അടിച്ച് കൃഷ്ണരാജപുരം ചെന്നിട്ട് അവിടെ നേരെ അത് തമിഴ്നാട്ടിലേക്ക് പോകും. അപ്പോൾ അത് മുന്നിൽ പോയിട്ടാണ് നമ്മളെ ഇവിടെ പിടിച്ചിട്ടേക്കണം. അത് ബാനസ്വാടി ആവുന്നേ ഉള്ളൂ. ഈ ലൈനിലെ പ്രശ്നമാണിത് കേട്ടോ, ഭയങ്കര ഉരുട്ടലായിരിക്കും കേട്ടോ. ഉരുട്ടി ഈ ഒരു സ്പീഡാണ് പോരെ. നമ്മൾ ഈ ലൊട്ടക്കോലകളിൽ എത്തിയപ്പോൾ വീണ്ടും ഡിവീറ്റ് ചെയ്തു. അങ്ങോട്ടേക്ക് പോകുന്ന ലൈൻ യലഹങ്കയ്ക്ക് പോകുന്ന ലൈനാണ്. നമ്മൾ ഇവിടെ നിന്ന് ബാനസ്വാടിക്കുള്ള ലൈനിൽ തിരിഞ്ഞു പോരെ. എത്ര ലൈനാന്ന് കേട്ടോ. ഈ ലൈൻ സിംഗിൾ ലൈനാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു അങ്ങ് വയ്യപ്പനാളി വരെ ഇത് സിംഗിൾ ലൈനാണെന്ന് തോന്നുന്നു. ഫുള്ള് സിംഗിളാണ്, സ്പീഡും ഇല്ല മര്യാദയ്ക്ക് പോരെ. ഫുള്ള് വളവും തിരിവും ഉള്ള ലൈനാണ്. നമ്മുടെ തിരുവനന്തപുരം നോർത്ത് ഹംസഫറും പിന്നെ എറണാകുളം SMVT സൂപ്പർ ഫാസ്റ്റ് അതൊക്കെ പണ്ട് ഇവിടം വരെ ആയിരുന്നു, ബാനസ്വാടിയായിരുന്നു. പിന്നെ SMVT ഒക്കെ റെഡി ആയപ്പോഴാണ് അങ്ങോട്ടേക്ക് മാറ്റിയത്. ഇത് കുഞ്ഞൊരു സ്റ്റേഷൻ, ആകെ 3 പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. 48 മിനിറ്റ് ലേറ്റാണ് ഇവിടെ എത്തുന്നത്. 2:19 എത്തേണ്ട വണ്ടി 3:08 ആയപ്പോഴെത്തണം. ഇതേ ഒരു ഗുഡ്സൊക്കെ കയറി വരുന്നത് ചുമ്മാ അല്ല ഇവിടെ പിടിച്ചിട്ട് കേട്ടോ. ആ ഗുഡ്സ് ഇനി കയറി വന്നിട്ടേ നമുക്ക് ഇനി പോകാൻ പറ്റത്തുള്ളൂ പോരെ. നമ്മളിവിടെ കിടക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂറാവുന്നു. 1 മണിക്കൂർ ഇപ്പം ഡിലേ വണ്ടി കേട്ടോ. എൻ്റെ ഇതിൽ ഏത് കാലത്ത് എടുത്തിട്ട് പോകാൻ ഇത് എപ്പോഴും ഉള്ള ഈ റൂട്ട് ഭയങ്കര വൃത്തിയിട്ട റൂട്ടാണ്. ഈ യശ്വന്ത്പൂർന്ന് ബൈപ്പാസ് അടിച്ച് വരുന്ന റൂട്ട് എന്തോ ഒന്നാമത് സിംഗിൾ ലൈൻ അല്ലേ. ഈ കുച്ച് വന്ന് 5 മിനിറ്റ് ആയി, എന്നിട്ടും നമ്മുടെ വണ്ടി വിട്ടിട്ടില്ല. ഏതാ മെമു ഒക്കെ നമ്മൾ ഓവർടേക്ക് അടിച്ച് പോകുന്നു. ഇത് കണ്ടോ, ഇത് യശ്വന്ത്പൂർന്ന് ഹൊസൂര് പോകുന്ന മെമു വന്നു നോക്കിയേ. ഇതെന്തടപാടാണിത്?
എന്ത് സംഭവം ഇവിടെ നടക്കണ എന്താ അത് പോയപ്പോഴേക്കും അതിന്റെ തൊട്ട് പറയുന്നത് നമ്മളെ എടുത്ത് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ, എന്ത് ഇവിടെ നടക്കുന്ന ബംഗാരപ്പേട്ട സേലം 4 മണിക്കൂർ കൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോ അതായിരിക്കും. സേലത്തെ ഓണ്ടേ വെച്ചാ പോരെ. നമ്മളിപ്പോൾ ആക്ച്വലി പോകുന്നത് മറ്റേ SMVT ബംഗളൂരു സ്റ്റേഷനില്ലേ, ആ സ്റ്റേഷൻ്റെ അകത്തൂടെ ഒക്കെ കയറിയാണ് പോകുന്നത് കേട്ടോ. സാധാരണ ഇങ്ങനൊന്നും അല്ല പോകുന്നത്. സാധാരണ കണ്ട് ഇപ്പുറത്തല്ല അതിലേക്കൂടാണ് പോകുന്നത്. ഇത് ഈ സ്റ്റേഷനകത്തൂടെ ഇത് കണ്ടോ, SMVTയുടെ അകത്തൂടെ ഒക്കെ കയറിയാണ് പോകുന്നത്. നമുക്ക് എന്തൊക്കെയാണോ ദൈവം നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇതിലേക്കൂടെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നത്, ഈ സ്റ്റേഷനകത്തൂടെ ഒക്കെ കയറി. ഇങ്ങനൊന്നും അല്ല ഈ വണ്ടി പോകുന്നത്. ഇതൊക്കെയാണ് നടക്കുന്നത്. ആ എയർപോർട്ട് പോലത്തെ സ്റ്റേഷനൊക്കെ വിളിക്കാറുന്ന സ്റ്റേഷൻ ആയിരുന്നു, പക്ഷേ ഇപ്പം മൊത്തം പാൻപരാഗാണ് സ്റ്റേഷനിൽ കേട്ടോ. ഫുള്ള് അഴുക്കും ചെളിയും പിടിച്ചൊരു സ്റ്റേഷനാണ് SMVT. ഇപ്പോൾ ഇവിടെ കൊണ്ട് ഇനി എത്ര നേരം ഇടുമോ എന്തോ. വണ്ടി ഇപ്പം നല്ല ലേറ്റ് ആണ്, ഇപ്പോൾ 1.5 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ് ആവുന്നുണ്ട് വണ്ടി. ഇത് സ്ഥിരം ഇങ്ങനെ ഇടുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റാറ്റസ് നോക്കിയപ്പോൾ എല്ലാം KJM കൃഷ്ണരാജപുരം എത്തിയിട്ടുള്ള 4:20 പോരെ. അപ്പം മിക്കവാറും ആ സമയത്ത് എത്തിക്കത്തുള്ളായിരിക്കും. പക്ഷേ നമ്മൾ എറണാകുളത്ത് ഒരു 2:15-2:30 ആകുമ്പോൾ എത്തും. നമുക്കല്ല ടൈം. എന്തൊക്കെ പരിപാടിയാണോ. കൃത്യം 4 മണിയായപ്പോൾ SMVT ബംഗളൂരിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇത് 4:20 റേഞ്ചിന് KJM എത്തിക്കാനുള്ള പരിപാടിയാണ്. അത് എനിക്ക് തോന്നുന്നു സ്ഥിരം ഏർപ്പാടാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് വൈകിട്ട് ഹൊസൂർ വഴി നാഗർകോവിൽ പോകുന്ന SMVT ബംഗളൂരു നാഗർകോവിൽ എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. ഇതാണ് നാളെ രാവിലെ ഇവിടുന്ന് മറ്റേ നാഗർകോവിൽ കൊച്ചുവേളി പാസഞ്ചർ. ഇത് ആൾക്കാരൊക്കെ എപ്പോഴേ കയറി ഇരിക്കുക കേട്ടോ. ലോക്ക വരെ പിടിപ്പിച്ച് കഴിഞ്ഞു. അയ്യോ, അങ്ങനെ നമ്മൾ ആ മെയിൻ ലൈനിൽ കയറുകയാണ്. ഇനി ആരുടെയൊക്കെ തേപ്പ് വിട്ട് എന്തോ വന്ദേ ഭാരതൊക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ട്. ആർക്കറിയാം എന്താവും. നമ്മൾ ഒന്നാമത് ലേറ്റാണ്. നമ്മൾ 4:30 അടുപ്പിച്ചാവും KJM കയറാൻ വേണ്ടി. അങ്ങനെ 4:25 ഏകദേശം 1.25 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റായിട്ട് നമ്മുടെ കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് KJM വന്ന് കയറി കേട്ടോ. എൻ്റെ ദൈവമേ, എത്ര നേരം എടുത്തത് അറിയാത് കടന്നു കിട്ടാൻ. നമ്മൾ KJM വിട്ടിട്ട് നമ്മുടെ വണ്ടിയിൽ വലിയ ആളൊന്നുമില്ല കേട്ടോ. വണ്ടി കാലിയാണ് ഇപ്പോഴും. ഈ വണ്ടി ഉണ്ടല്ലോ, ഇത് KJM വിട്ട് ബംഗാരപ്പേട്ട കഴിഞ്ഞാൽ പിന്നെ എങ്ങും സ്റ്റോപ്പില്ല. പിന്നെ സേലത്താണ് അടുത്ത സ്റ്റോപ്പ്. തിരുപ്പട്ടൂരിൽ സ്റ്റോപ്പില്ല. അതുകൊണ്ടാണ് അത്ര സമയം കൊടുത്തേക്കണേ. സേലത്ത് 1 ടൈം എത്തും. ഇപ്പോൾ 1 അവർ ലേറ്റ് ആണ്, പക്ഷെ സേലത്ത് നമ്മൾ 1 ടൈം. നമ്മുടെ വണ്ടി ബാംഗ്ലൂർ ലൈനിൽ നിന്നും നമ്മൾ കോയമ്പത്തൂർ ലൈൻ, അതായത് ജോളാർപേട്ടയിൽ നിന്ന് കോയമ്പത്തൂർ പോകുന്ന ലൈനിലേക്ക് കയറാൻ പോവാം. 2 മണിക്കൂർ അടുപ്പിച്ച് ലേറ്റ് ആയിരുന്നു നമ്മുടെ ഹൂബ്ലി കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ്. ഇപ്പോൾ 7 മിനിറ്റ് ബിഫോർ ടൈം അടിച്ച് സേലം ജംഗ്ഷനിലെത്തി. ഞാൻ പറഞ്ഞില്ല ഇത് നേരത്തെ എടുത്തത് ഇവിടെ, കാരണം 4 മണിക്കൂറാണ് എടുത്തേക്കണേ. അപ്പോൾ അത്ര 1.5 മണിക്കൂർ ലേറ്റ് ആയത് ഇവിടെ ഓടിപ്പിടിച്ച് നല്ല ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കയറിപ്പോയി. എനിക്കൊന്ന് ഇവർ അതനുസരിച്ചായിരിക്കും ഈ വണ്ടി ലേറ്റ് ആക്കുന്നതും പിടിക്കുന്നതൊക്കെ. നമുക്കറിയത്തില്ല എന്തായാലും. അപ്പോൾ സേലം എത്തി. സേലം ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നൊരു വണ്ടിക്ക് ഇത്രയും ആളെ കുറവുള്ളൊരു ഇത് കാണുന്നത് കേട്ടോ. ആൾക്കാർ തീരെയില്ല, ഭയങ്കര കുറവാണ്. അത് മെയിൻ കാരണം ഇപ്പം അവധിയൊന്നുമല്ലല്ലോ. അതുമല്ല, നാട്ടിലേക്ക് പോകുന്ന സമയമല്ല, ഇടദിവസമാണ്. ഇടദിവസങ്ങളിലൊക്കെ ഈ വണ്ടിക്ക് കറണ്ട് ബുക്കിംഗ് ഒക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. ഇത് ശരിക്കും ഒരു കിടിലൻ വണ്ടിയാണ്, വലിയ സ്റ്റോപ്പൊന്നുമില്ല. ഇത് കോയമ്പത്തൂർ പോകത്തില്ല, ഇത് പോത്തന്നൂർ വഴിയാണ് പോണേ. എന്നിട്ട് അവിടെ നിന്ന് വിട്ടാൽ പിന്നെ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം പിന്നെ കോട്ടയം, പിന്നെ തിരുവല്ല, ചെങ്ങന്നൂര്, കൊല്ലം, കൊച്ചുവേളി, ഇത്രേ ഉള്ളൂ. കായംകുളമൊന്നും സ്റ്റോപ്പില്ല. നമ്മളെ ലൂപ്പ് ട്രാക്കിലാണല്ലോ കയറ്റുന്നത്. മിക്കവാറും വല്ല ഓവർടേക്ക് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടോ കേട്ടോ. ഓവർടേക്ക് വല്ലതും കാണാൻ ചാൻസ് ഉണ്ട്, നോക്കാം. ഇല്ല, ഓവർടേക്ക് ഒന്നും ഇല്ല കേട്ടോ. കാരണം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വേറെ ഒരു വണ്ടി വരുന്നുണ്ട്, കോയമ്പത്തൂർ നാഗർകോവിൽ. അപ്പം
അപ്പോൾ അത് വരാൻ വേണ്ടിയാണ് നമ്മളിവിടെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ലൂപ്പ് ചെയ്തത്. ഈ വണ്ടി വരാൻ വേണ്ടി നമ്മളെ ഇപ്പുറത്ത് പിടിച്ചോണ്ട്. ഇത് കോയമ്പത്തൂർ നാഗർകോവിൽ ഒരു ഓവർനൈറ്റ് വണ്ടിയാണേ, സൂപ്പർ ഫാസ്റ്റ്. ഇതാണ് നാളെ രാവിലെ നാഗർകോവിൽ കൊല്ലം പാസഞ്ചറായിട്ട് കൊല്ലത്ത് പോകണം കേട്ടോ. ഇവിടെ ഈ റോഡ് ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും ക്രൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടിയിലെ ലോക്കൽ പൈലറ്റ്സ് ഒക്കെ മാറി വേറെ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങി എണീറ്റപ്പോഴേക്ക് നമ്മൾ വാളയാറാവുന്നു കേട്ടോ. ഇരുട്ടേ ഇപ്പൊ സമയം ഓൺ ടൈമാണ് വണ്ടി, വലിയ ഡിലേ ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ ഹൂബ്ലി കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ കേരളത്തിൽ കയറി. ഇനി എറണാകുളം എത്താനാകെ ഒരു സ്റ്റോപ്പും കൂടെ ഉള്ളൂ. പാലക്കാട് കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ കഴിഞ്ഞാൽ എറണാകുളം ടൗൺ, ഇത്രേ ഉള്ളൂ. വെച്ചടിച്ച് പോകുന്ന വണ്ടിയാണ്. പക്ഷെ മുന്നിൽ വേറെ വണ്ടികളൊക്കെ വരും ഷൊർണൂരായിട്ട്, അതാണൊരു പ്രശ്നം. കൊച്ചുവേളി മൈസൂർ എക്സ്പ്രസ് ആണ് കിടക്കുന്നത് കേട്ടോ. കൊച്ചുവേളി മൈസൂരും ഹൂബ്ലി കൊച്ചുവേളി. ഇപ്പൊ അനൗൺസ്മെന്റ് ചെയ്ത മില്ലീരിയൻ തന്നെ വണ്ടില്ല, അത് നമ്മുടെ തൊട്ട് പുറകിലുണ്ട് കേട്ടോ. അത് ഓർട്ടിക്ക് തുടങ്ങത്തില്ല, അത് നമ്മളെക്കാട്ടും ബാക്കിലാണ് എത്തുന്നത്. ഞാൻ വിചാരിച്ച ഇത്രയും ഡിലേ ഒന്നും ഇല്ല കേട്ടോ. ആകെ 10-12 മിനിറ്റ് ഡിലേ ഉള്ളൂ. നമ്മൾ ആലുവ എത്താറിയാം. ആലുവ വെച്ച് സ്കിപ്പാണ് ഈ വണ്ടി. നല്ല ഓട്ടമാണ് ഓടുന്നത്. വല്ലാത്തൊരു സമയമാണ് കേട്ടോ ഈ എറണാകുളത്ത് എത്തണേ. ബാംഗ്ലൂരിൽ എടുക്കുന്ന വല്ലാത്ത സമയം. അതുകൊണ്ട് ഈ ബാംഗ്ലൂരിലത്തെ ജോലി കഴിഞ്ഞ് ഈ വണ്ടി കയറാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അത്യാവശ്യമുള്ളതൊക്കെ ആണെങ്കിൽ കറണ്ട് അവൈലബിലിറ്റിയൊക്കെ ഈ വണ്ടിക്ക് കിട്ടും, വേഗം കിട്ടും, ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ 2:04 ആയപ്പോഴേക്കും നമ്മുടെ കൊച്ചുവേളി സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ എറണാകുളം ടൗണിൽ കയറുവാണ്. 19 മിനിറ്റ് ഡിലേ ഉള്ളൂ. എന്തായാലും വലിയ തേപ്പില്ലാതെ നമ്മൾ എറണാകുളത്തെത്തി. അപ്പോൾ ഹൂബ്ലി തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ശ്രദ്ധിക്കുന്നു. നല്ല വണ്ടിയാണ്, നല്ല റണ്ണാണ്. കോച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയെല്ലാം കൊള്ളാം, നല്ല റണ്ണാണ്. ടിക്കറ്റ് ഇട്ടാലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയാം. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഉറക്കം വരുന്നല്ല വരെ. ബൈ.